എണീക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് വീഴുകയാണോ അതോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. വാഹനങ്ങൾ പോകുന്ന വെളിച്ചത്തിൽ നോക്കിയപ്പോഴാണ് 2 കാലുകൾ മുട്ടിന് കീഴെ ഇല്ല എന്ന സത്യം ഞാൻ കാണുന്നത്. ആ നേരത്ത് ഞാനൊന്ന് നിലവിളിച്ചു പോയിട്ടുണ്ട്. ബലത്തിലുള്ള പിടുത്തമാണ്, എനിക്കൊന്ന് കുതറാൻ പോലും കഴിയുന്നു. വെട്ടുമ്പോൾ ആദ്യത്തെ 1-2 വെട്ടുകളൊക്കെ നമ്മളെ വല്ലാതെ ശരീരത്തിൽ വേദന തോന്നും. എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല, എത്ര വെട്ടുന്നു എന്നറിയുന്നില്ല. നാവ് മുറിച്ചെടുക്കാൻ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പറയേണ്ടി വരുമായിരുന്നു. വനിതാ ജഡ്ജിയാണ്. വളരെ വികാരനിർഭരമായ പ്രയോഗങ്ങൾ അവർ നടത്തി. നടന്നത് എന്താണെന്ന് നമ്മോട് പറയാൻ അവരുടെ ദൗർഭാഗ്യമോ ഇദ്ദേഹത്തിന്റെ ഭാഗ്യമോ എന്തുകൊണ്ടെന്നറിയില്ല, അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ട്. തളർത്താൻ നോക്കിയതായിരിക്കാം, പക്ഷെ തളരില്ലെന്ന് കാണിച്ചു കൊടുത്ത വീര്യം തന്നെയാണ്. മാരാർജി എന്നെ കാണാൻ വന്ന സമയത്ത് അദ്ദേഹം ആലിംഗനം ചെയ്തതിന് ശേഷം മോനെന്തിനാണ് കാലുകൾ, മോന് വേണ്ടി ചലിക്കാൻ ആയിരക്കണക്കിന് കാലുകളുണ്ട്, സഹസ്രപാദനല്ലേ സഹസ്രപാദൻ എന്ന് പറഞ്ഞ ആ ഒരു അന്തരീക്ഷത്തെ വളരെ സരസമായി രസകരമായി മാറ്റിയെടുക്കുക. അങ്ങ് തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം അങ്ങ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലാണ് തുടക്കം വയ്ക്കുന്നത്, ഒരു SFI പ്രവർത്തകനായിരുന്നു. പിന്നീട് സംഘ ആശയങ്ങളിലേക്ക് ആകൃഷ്ടനാകുന്നു, സംഘപരിവാറിലേക്ക് വരുന്നു. എന്നാലും ഇടതുപക്ഷത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. ആ ഇന്റർവ്യൂവിൽ അങ്ങ് പറയുന്നുണ്ട്, ഇടതുപക്ഷം അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു, കാരണം എനിക്ക് അവിടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന്. അത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന വലിയൊരു പ്രശ്നം കൂടിയുണ്ട് അവിടെ. അതിനെങ്ങനെയാണ് നേരിടുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിക്കും എൻ്റെ ഓർമ്മ, ഞാൻ 7ാം ക്ലാസ് മുതൽ ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള വ്യക്തിയായിട്ട് അങ്ങനെ വികസിക്കുകയായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനൊരു കാരണം ഞാൻ ഇന്നലെയോ മറ്റത് ആരോട് പറഞ്ഞു. ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൽ ഒരു അധ്യാപകൻ അപ്പു മാഷ്, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി വീറോടെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ പറയുന്ന ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായി. ഞങ്ങൾക്കൊക്കെ റോൾ മോഡലാണ് അദ്ദേഹം. എപ്പോഴും ഖാദി മാത്രമേ അദ്ദേഹം ധരിക്കുള്ളൂ. ശുഭ്രവസ്ത്രധാരിയാണ്, സ്നേഹത്തിൻ്റെ മൂർത്തിയാണ്. പക്ഷേ ഈ പറയുന്ന ആശയത്തിൻ്റെ തീക്ഷ്ണമായ പ്രകാശനം അദ്ദേഹത്തിൻ്റെ നല്ല പ്രാസംഗികനാണ്. അപ്പോൾ ആ നിലക്കൊക്കെയുള്ളൊരു ആരാധന അപ്പുമാഷോട് ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമാണോ അതോ മറ്റു കുട്ടികൾക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ മനസ്സ് രൂപപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യക്തിത്വം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ആകർഷിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലെ ആളുകൾ, അയൽപക്കക്കാർ, അതൊക്കെ CPIM ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. അച്ഛൻ പഴയ കാലത്ത് CPIM-ൻ്റെ കേഡർ എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്, അധ്യാപകനായിരുന്നു അദ്ദേഹം. ദേശാഭിമാനി ആരംഭിച്ച കാലത്ത് ദേശാഭിമാനിയുടെ പ്രചാരണമൊക്കെ അച്ഛൻ നടത്തിയതായിട്ട്. പഴയ കാലത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ കോപ്പികൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പഴയ ആദ്യകാലത്തൊക്കെയുള്ള. അതുപോലെ എൻ്റെ മൂത്ത സഹോദരനും KSYF-ൻ്റെ ഈ വളണ്ടിയർ ആ ഒരു സംവിധാനത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാനും ആ വഴിയിൽ അങ്ങനെ സഞ്ചരിക്കുമല്ലോ. അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസം, വിനോദം എന്നൊക്കെ പറയാവുന്ന കാര്യം, ഞാൻ ഈ കണക്ക് പുസ്തകം വരയില്ലാത്ത നോട്ടുകളാവുമല്ലോ, കടലാസുകളാവുമല്ലോ, അതിൽ പുറകിലത്തെ പേജുകളിൽ ഓരോന്നും ഇങ്ങോട്ടേക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം വരയ്ക്കുന്നൊരു രീതി എനിക്കുണ്ടായിരുന്നു. നല്ല ചുവന്ന റീഫിൽ മഷിയുള്ള റീഫിൽ വാങ്ങി അതിൽ ചുവന്ന മഷി കൊണ്ടിങ്ങനെ അരിവാൾ ചുറ്റികയൊക്കെ വരച്ചത് എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആശയപരമായൊരു നിലപാടുകളൊന്നുമല്ല, അത് വളർന്നു വന്ന സാഹചര്യത്തിന് അനുഗുണമായി അങ്ങനെ പോകുന്നു. പക്ഷേ വളർന്നു വരുന്നതിന് ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ SFIയുടെ ആശയങ്ങളെ തന്നെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പ്രവർത്തിച്ചു. പിന്നീട് കോളേജിൽ പ്രീ ഡിഗ്രി ആണല്ലോ, +2 പ്രീ ഡിഗ്രി ക്ലാസ് വരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ കൂടെ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് CPM-ൻ്റെ സംസ്ഥാന നിലവാരത്തിലും ജില്ലാ നിലവാരത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാണ് താനും. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ചിന്താധാരയിൽ വ്യതിയാനം സംഭവിക്കുന്നത്. അതിന് നിമിത്തമായി മാറുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ആവർത്തന വിരസതയൊക്കെ. അതെ, തീർച്ചയായിട്ടും. മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ്, SFIയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ തന്നെ ഈ ഒരു സിമ്പോസിയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുരളിയേട്ടൻ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ പ്രത്യേകിച്ച് ചില പ്രയോഗങ്ങളാണ് ആർഷഭാരതം, രാഷ്ട്രബോധം, സമർപ്പണം, ദേശീയത, ദേശീയ സംസ്കാരം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മുൻപ് കേട്ടിട്ടില്ല. ഇതല്ല കേൾക്കാറ്. അപ്പോൾ ആ മുമ്പ് കേൾക്കാത്ത, എന്നാൽ
ആകർഷകമായ ഇത്തരം പ്രയോഗങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ അന്ന് മട്ടന്നൂർ കോളേജിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ശാഖാ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനം സംഘടിപ്പിക്കാൻ പ്രധാനമായും വന്നുകൊണ്ടിരുന്നത് CP സുരേന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ്. അന്ന് അദ്ദേഹം സംഘത്തിൻ്റെ ഈ ജില്ലയുടെ കാര്യവാഹായിരുന്നു. അദ്ദേഹം വരും, ഞങ്ങളിങ്ങനെ ചുറ്റിലും ചെന്ന് നിൽക്കും. ചിലപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് പുറമേ നിന്ന് ഇന്നത്തെ ട്രോൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ചില കമൻറ്റുകൾ ഞങ്ങൾ പറയും. പക്ഷേ ഇവരതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു പോകും. ഇതൊക്കെ ഞാൻ അന്നേ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച കാര്യങ്ങളാണ്. പിന്നീട് ഡിഗ്രി പഠനം ആരംഭിച്ചപ്പോഴാണ് SFIയോടുള്ള താല്പര്യം താരതമ്യേന കുറഞ്ഞു വന്നു. വേണ്ടെന്ന് തന്നെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് സംഘത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് ഞാൻ ഈ പറഞ്ഞ മുരളിയേട്ടൻ്റെ ഒരു പ്രസംഗം സൃഷ്ടിച്ചൊരു അടിത്തറ വായിച്ച ഞാൻ അന്ന് നമ്മുടെ ഇവിടെ അടുത്തൊരു വായനശാലയുണ്ട്. വായനശാലയിൽ സ്ഥിരമായി പോയി പത്രം വാരികകളൊക്കെ വായിക്കുന്നതാണ്. പുസ്തകങ്ങളൊക്കെ നമ്മുടെ ഈ വായനശാലയിൽ ആദ്യകാലത്ത് നല്ല വായനക്കാരനുള്ള അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്ത്. അപ്പോൾ ആ കൂട്ടത്തിൽ വായിച്ച കൂട്ടത്തിൽ അന്ന് മാതൃഭൂമി വാരികയിൽ മഹാകവി അക്കിത്തം, നമ്മെ വിട്ടുപോയല്ലോ അദ്ദേഹം, എഴുതിയ ഒരു ഉജ്ജ്വലമായ ലേഖനം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതിയുടെ സവിശേഷതകളാണ് ആ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. അത് കനപ്പെട്ടൊരു ലേഖനമായിരുന്നു. ഇപ്പോഴും എനിക്കതിലെ വരികൾ പോലും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ എനിക്ക് സാധിക്കും. അത്രയേറെ ഞാൻ 2-3 വട്ടം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് എന്നിൽ ഒരു പുതിയ ഒരു ആശയം രൂപപ്പെടുകയായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു ഗോകുൽദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ബോംബെയിലാണ്, അവിടെ സംഘപ്രസ്ഥാനങ്ങളുടെ ഒരു പ്രമുഖ കാര്യകർത്താവാണ്. അദ്ദേഹം എൻ്റെ പ്രൈമറി താഴെ ക്ലാസ് തൊട്ടേ കൂട്ടുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പഴയ ജനസംഘ പ്രവർത്തകനായിരുന്നു. അദ്ദേഹവും ആ നിലയ്ക്ക് ABPയുടെ പ്രവർത്തകനായിരുന്നു. ഞാൻ SFIയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം മട്ടന്നൂർ കോളേജിൽ ABPയുടെ പ്രവർത്തകനായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സൗഹൃദം അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ആ സൗഹൃദത്തിലൂടെ ഒരുപക്ഷെ മൂപ്പരെന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും. അവരുടെ പ്രസ്ഥാനത്തിന് ചേർന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം എനിക്ക് ഒരു പുസ്തകം, പരമേശ്വർജി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ ഹിന്ദു ധർമ്മവും ഇന്ത്യൻ കമ്മ്യൂണിസവും. ഒരു ചെറിയ 60 പേജുള്ള പുസ്തകം. ഒറ്റ ഇരിപ്പിൽ അത് വായിച്ചു തീർക്കും. അപ്പോൾ അതിൽ ആർത്തിയോടെയാണ് വായിക്കുന്നത്. കാരണം അപ്പോഴേക്കും നമ്മുടെ മനസ്സങ്ങനെ പരുവപ്പെട്ട് വരും. പിന്നെ കേസരി വാരിക എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ വാങ്ങി വായിക്കുമായിരുന്നു. അത് കുത്തുപറമ്പിലാണ് ഞാൻ ഡിഗ്രി കോഴ്സ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു കടയിൽ കേസരി വരും. ആ കടയിൽ പോയി കേസരി വാങ്ങി കൊണ്ടുവന്ന് ഞങ്ങൾ അന്ന് 4-5 പ്രവർത്തകരെന്ന് പറയാൻ കഴിയില്ല, ചെറുപ്പക്കാർ ചേർന്നത് വായിക്കും, പരസ്പരം കൈമാറി വായിക്കും. അങ്ങനെ കേസരി വായന പതിവായി. അപ്പോൾ ഇതിലൂടെയൊക്കെ 100% ഞാനൊരു ഹിന്ദുത്വവാദിയായി മാറി എന്നുള്ളതാണ്. പിന്നീട് സംഘത്തിൻ്റെ ഈ ഭാഗത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം അതിന് മുമ്പേ ആരംഭിച്ചിരുന്നു. പക്ഷേ നമ്മളൊക്കെ അന്ന് വിരുദ്ധ ചേരിയിലായതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല. 84-ലാണ് പിന്നെ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് പിന്നെ സംഘത്തിൻ്റെ ശാഖയായിട്ട് ആരംഭിക്കുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ സംഘത്തെ അറിയുമ്പോഴും ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്നൊരു ബോധ്യം മനസ്സിൽ ഉറയ്ക്കുകയായിരുന്നു. ആ ഉറപ്പിൻ്റെ ബലത്തിൽ പിന്നീട് സംഘത്തിൻ്റെ വിവിധ പ്രാദേശിക തലം മുതൽ ശാഖയുടെ മുഖ്യശിക്ഷകൻ എന്ന ചുമതല മുതൽ അങ്ങനെ ചുമതലയിൽ പ്രവർത്തിച്ചു. റിട്ടയർമെൻറ്റിന് ശേഷം സംഘം തന്നെ നിശ്ചയിച്ചതനുസരിച്ച് BJPയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് പ്രവർത്തനം തുടരുന്നു. അങ്ങനെയാണ്. നമുക്കറിയാം, ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ആശയങ്ങളിൽ, നമുക്ക് വിശ്വാസം തോന്നുന്ന ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്. പക്ഷേ താൻ വിശ്വസിച്ചിരുന്ന പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചതിന്, അതിനാണ് അങ്ങേക്ക് ഇത്തരം ഒരു ദാരുണമായ സംഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്. തളർത്താൻ നോക്കിയതായിരിക്കാം, പക്ഷെ തളരില്ലെന്ന് കാണിച്ചു കൊടുത്ത വീര്യം തന്നെയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ അനേകരിൽ ഒരാൾ മാത്രമാണ്. എന്നെപ്പോലെ അനേകരുണ്ട് കണ്ണൂർ ജില്ലയിൽ. നമ്മളൊന്ന് പോയി നോക്കിയാൽ കണ്ണ് കാണാൻ പറ്റാത്തവരുണ്ട്, നട്ടെല്ല് തകർന്നവരുണ്ട്, കൈകൾ നഷ്ടപ്പെട്ടവരുണ്ട്, കൈ വെട്ടിമാറ്റിയ സംഭവങ്ങളും ഇതേപോലെ കാല് വെട്ടിമാറ്റുന്നത് പോലെ. പക്ഷെ കാല് രണ്ടും വെട്ടിമാറ്റിയ സംഭവം എൻ്റേത് ആദ്യത്തേതാണ്. അങ്ങനെ ഒരു സംഭവം മുമ്പുണ്ടായിട്ടില്ല. ബോംബെറിയുക, അതിൻ്റെ പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വരിക, വെട്ടിപ്പരിക്കേൽപ്പിക്കുക, നട്ടെല്ല്, അങ്ങനെയുള്ള അനേകം ആളുകൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും ഉണ്ട്. എനിക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് മട്ടന്നൂരിൽ ഞാനൊക്കെ ഗുരുസ്ഥാനത്ത് കാണുന്ന ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഹരിയേട്ടനുണ്ട്.
അദ്ദേഹത്തിന്റെ ശരീരം വെട്ടി നുറുക്കി, നമ്മൾ 57 വെട്ടിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടിരുന്നത്. അതെ. അതിനേക്കാൾ കൂടുതൽ 57 കടന്ന് 65 68 വെട്ടുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങി ഇപ്പോഴും ജീവിക്കുന്ന അത്ഭുത മനുഷ്യനുണ്ട്, ഹരിയേട്ടൻ. അദ്ദേഹം മട്ടന്നൂരിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിരലുകളില്ല, കാൽപാദങ്ങളിൽ വിരലുകളില്ല. അദ്ദേഹം ഒരുപക്ഷെ എന്നേക്കാൾ ദുരിതം അനുഭവിക്കുന്ന, ശരീരമുണ്ട്, വെട്ടിമാറ്റപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഏറ്റ വെട്ടിൻ്റെ ഫലമായിട്ട് ഞരമ്പുകൾ മുറിഞ്ഞ് തറഞ്ഞ് ആ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അനേകരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ആളുകളെ കാണാനും അവരുടെ അനുഭവങ്ങൾ നേരിട്ട് സ്വീകരിക്കാനും ചിലരെയൊക്കെ സാന്ത്വനിപ്പിക്കാനും ഞാൻ ഇങ്ങനെ ആവുന്നതിന് മുമ്പ് ഉണ്ടായ പല സംഭവങ്ങളും ഉണ്ട്. ബലിദാനികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീടുകളിൽ അവരുടെ അമ്മമാർ, അവരുടെ സഹധർമ്മിണിമാർ, അവരുടെ മക്കൾ, അവരുടെ രക്ഷിതാക്കളൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് കാണാൻ, അതിലൂടെയൊക്കെ ആർജിക്കുന്ന ഒരു 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 മനസ്ഥൈര്യമുണ്ട്. ഇവരൊക്കെ ഇത്രയും അനുഭവിക്കുന്നു, എന്നിട്ടും നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ടേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ആ ഒരു മനസ്സ് നേരത്തെ തന്നെ രൂപപ്പെട്ടതുകൊണ്ട് ആവാം എനിക്കും അങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ, മുന്നോട്ട് പോകാൻ, അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന് ആശയത്തിൻ്റെ അടിത്തറ കൂടിയുണ്ട്. കേവലം എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പരിക്ക് പറ്റുമ്പോൾ ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ഒന്ന് സാന്ത്വനിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് കഴിയുന്ന ഒരു ആശയ അടിത്തറ ഹൃദയത്തിലുണ്ട്. അത് സംഘത്തിൻ്റെ ചെറിയ ചെറിയ നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന പല കാര്യങ്ങളിലൂടെയും അത് രൂപപ്പെട്ടു വരും. അതൊരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ഒരു 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 പാട്ടിലൂടെയാവാം, ഒരു ഗീതം, സംഘ ഭാഷയിൽ ഗീതം, അത് ഒരുമിച്ച് ചേർന്ന് പാടുന്നത് ഗണഗീതം, ഒരാൾ ഒറ്റയ്ക്ക് പാടുന്നത് വ്യക്തിഗീതം, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ദേശഭക്തിയുടെ, നമ്മുടെ ദേശീയ സ്വാഭിമാനത്തിൻ്റെ, ഹിന്ദുത്വ ആശയങ്ങളുടെ മഹത്വപൂർണ്ണമായ ആവിഷ്കാരങ്ങളായിട്ടുള്ള കാവ്യങ്ങളാണ്. അത് ശാഖകളിൽ നമ്മുടെ രീതി അനുസരിച്ച് ഒരു മാസം ഒരു ഗീതം പാടി പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വർഷം 12 ഗീതങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും, ദൈനംദിന ശാഖയിൽ പോകുന്നൊരു കാര്യകർത്താവ്. അതൊരു 10 വർഷം തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അത്രയും ഗീതങ്ങൾ ഒരുപക്ഷെ നേരത്തെ ചൊല്ലി പഠിച്ചതാവാം. അപ്പോൾ ഇത്രയും ഗീതങ്ങൾ വരികൾ മാത്രമല്ല, വാക്കുകൾ മാത്രമല്ല, അക്ഷരങ്ങൾ മാത്രമല്ല, അവ ആശയങ്ങളാണ്, സമ്പുഷ്ടമായ ആശയങ്ങളാണ്, സമൂർത്തമായ ആശയങ്ങളാണ്. ആ ആശയങ്ങൾ നമ്മുടെ മനസ്സിനെ ബലപ്പെടാൻ ഉപകരിക്കുന്നവയാണ്. എന്നോട് പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, അന്നത്തെ അപകടം നടന്നതിന് ശേഷം ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഗീതങ്ങൾ ചൊല്ലിയിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്ന ആശയത്തിൻ്റെ ബലം, പിന്നെ കാര്യകർത്താക്കളുടെ സാമീപ്യം, അവരുടെ സമ്പർക്കം, അതിലൂടെ കിട്ടുന്ന ഒരു 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 മനോബലം, ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് അതിജീവിക്കാൻ സാധിച്ചത് എന്ന് പറയാൻ കഴിയും. ഇപ്പൊ നമ്മൾ അന്നത്തെ രാത്രി എടുത്തു നോക്കിയാൽ വീണ്ടും അതിലേക്ക് ചികഞ്ഞു പോവുകയല്ല, എന്നാലും എനിക്ക് ചോദിക്കണം എന്നുള്ളത് കൊണ്ട് ചോദിക്കുന്നതാണ്. അന്നത്തെ രാത്രി ഇപ്പൊ 2 കാലുകളും മുറിച്ചു കളയുന്നു, അതൊരു ക്രൂരത തന്നെയാണ്. ഒപ്പം തന്നെ ആ കാലുകൾ വലിച്ചെറിയുകയാണ്. പിന്നീട് അത് തുന്നിച്ചേർക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു വാശി അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പെങ്ങളുടെ കല്യാണമാണ്. ഒരു ജ്യേഷ്ഠന്റെ വലിയൊരു ഉത്തരവാദിത്ത ഭാരം കയ്യിലുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? അതെ, ഇതിപ്പോ ഒന്ന് പിന്നെ അന്ന് ആ സംഭവം നടന്ന രാത്രി ഒരു 8:30 മണിയോടുകൂടിയാണ്. പിന്നീട് തലശ്ശേരി ആശുപത്രിയിൽ എത്തുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഏതാണ് കുറച്ചൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു. പിന്നീട് ബോധം തീരെ നഷ്ടപ്പെടുന്നു. അപ്പോഴേക്കും കാലുകളില്ല എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അത് ആ സമയത്ത് തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഞാൻ ആ സംഭവം നടന്നു, എല്ലാവരും പോയി എന്ന്, ശബ്ദവും ബഹളവും ഒന്നുമില്ല. അതായിരുന്നു ആ ഒരു സംഭവത്തിൻ്റെ, ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ വളരെ ശാസ്ത്രീയമായ ഒരു ആക്രമണം, ഒരു പ്രൊഫഷണലിസം അതിൽ കാണാനുണ്ടായിരുന്നു. അങ്ങനെ പറയാമെന്ന് എനിക്കറിയാം. അതെ അതെ അതെ. ബോംബെറിയുന്നു, ഭീകരാന്തരീക്ഷം ഉണ്ടാകുന്നു, ആളുകൾ ഓടിപ്പോകുന്നു, പിന്നെ ഞാനും അവരും മാത്രമാവുന്നു. അപ്പോൾ എനിക്ക് കുതറി മാറാനുള്ള ഒന്നും സാധിക്കുന്നില്ല. പിടിച്ചമർത്തി ബലത്തിലുള്ള പിടുത്തമാണ്, എനിക്കൊന്ന് കുതറാൻ പോലും കഴിയുന്നില്ല. അവർ നിമിഷങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കും. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമിഴ്ത്തി കിടത്തിയതിന് ശേഷമാണ് വെട്ടുന്നതൊക്കെ. വെട്ടുമ്പോൾ ആദ്യത്തെ 1-2 വെട്ടുകളൊക്കെ നമ്മളെ വല്ലാതെ ശരീരത്തിൽ വേദന തോന്നും. പിന്നീടില്ല, പിന്നീട് അതെ മരവിക്കുകയാണ്. പിന്നെ നമുക്ക് വേദന തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല, എത്ര വെട്ടുന്നു എന്നറിയുന്നില്ല. അപ്പോൾ എന്തായാലും കഠിന പ്രയത്നം തന്നെ ആയിരിക്കും, എല്ലും മുറിച്ചെടുക്കണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് മുറിച്ചെടുത്ത് ദൂരേക്കെറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ചെറിയൊരു മർമ്മരം മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അവരുടേതായിട്ട്. മതി എന്ന രീതിയിലുള്ള മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ അവർ
ഓടിപ്പോകുന്നതായിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ മെല്ലെ പിടഞ്ഞ് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് എണീക്കാനുള്ള പരിശ്രമം നടത്തി. എണീക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് വീഴുകയാണോ അതോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എണീക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാൻ മെല്ലെ ഇരുട്ടാണ്, പക്ഷെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡിൻ്റെ തൊട്ട് വശത്താണല്ലോ. വാഹനങ്ങൾ പോകുന്ന വെളിച്ചത്തിൽ നോക്കിയപ്പോഴാണ് എനിക്ക് 2 പാദങ്ങളുമില്ല, 2 കാലുകൾ മുട്ടിന് കീഴെ ഇല്ല എന്ന സത്യം ഞാൻ കാണുന്നത്. ആ നേരത്ത് ഞാനൊന്ന് നിലവിളിച്ചു പോയിട്ടുണ്ട്. എനിക്കത് ഓർക്കാൻ പറ്റുന്നുണ്ട്. കാലുകളില്ല എന്ന ആ ഒരു സത്യം കണ്ടപ്പോൾ സ്വാഭാവികമാണല്ലോ. പക്ഷെ പിന്നീട് എങ്ങനെയാണോ എന്തോ ഞാൻ സമനില കൈവരിക്കുകയാണ്. അല്പം കഴിയുമ്പോൾ പോലീസ് വരുന്നു. പോലീസ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ എനിക്ക് നല്ല പരിചയമുള്ള എസ് ഐ ആണ്. ഒരു കുഞ്ഞിരാമൻ എന്ന പേരുള്ള ഒരു പ്രായം ചെന്ന എസ് ഐ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവുന്നില്ല. ആരോ വിവരം കൊടുക്കുന്നു, ഇരുപച്ചാലിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ആരാണെന്ന് ചോദിച്ചത് എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നാളാണ്, ഞാൻ സദാനന്ദൻ മാഷാണ്. അപ്പോൾ അദ്ദേഹത്തിന് അയ്യോ മാഷേ, അദ്ദേഹം എന്നെ എടുത്ത് ആലിംഗനം ചെയ്യാണ്. എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം അയ്യോ മാഷേ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പിന്നെ പോലീസുകാർ ടോർച്ചൊക്കെ അടിച്ച് അവിടേക്കൊക്കെ നോക്കിയിട്ടാണ് ബാക്കി ഭാഗം അവർ കണ്ടെത്തുന്നത്. അതും ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ തൂക്കിയെടുത്ത് എന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നീട് എനിക്ക് ബോധം തെളിയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ചുറ്റിലും ധാരാളം ആളുകൾ, പരിചിത മുഖങ്ങൾ. അന്ന് എൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ജി ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് കണ്ണൂരിൽ യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് വന്ന സമയമാണ്. തലശ്ശേരിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സഹപ്രവർത്തകരാണ്, ഒന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹത്തിന് വന്ന് ജില്ലാ ചുമതലയിലായിരുന്നു. സംഘത്തിൻ്റെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ആ നിലയ്ക്ക് അവരൊക്കെ എൻ്റെ കൂടെയുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ ബോധം തെളിയുമ്പോൾ എനിക്ക് ഒരുപാട് പേരെ ചുറ്റിലും കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് ഞാൻ ഇടപെട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അതവർ പറയാറുണ്ട്. ഞങ്ങൾ മാഷെ ഇങ്ങനെ വളരെ വേദനയോടെ, വിഷമത്തോടെ, ഭയത്തോടെ നോക്കി കണ്ടപ്പോൾ മാഷ് ഞങ്ങളോട് ചിരിച്ചു എന്നവർ പറയാറുണ്ട്. അപ്പോൾ ചിരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആശയത്തിൻ്റെ ബലം കൊണ്ട് തന്നെയാണ്. അപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ എനിക്ക്. എന്ന് നേരത്തെ ശില്പാജി പറഞ്ഞതുപോലെ മാരാർജി എന്നെ കാണാൻ വന്ന സമയത്ത് ഇതുപോലെ അദ്ദേഹം ആലിംഗനം ചെയ്തതിന് ശേഷം കാലുകൾ എന്തിനും മോന് എന്നാണ് മാരാർജി. മോനെന്തിനാണ് കാലുകൾ? മോന് വേണ്ടി ചലിക്കാൻ ആയിരക്കണക്കിന് കാലുകളുണ്ടല്ലോ. സഹസ്രപാദനല്ലേ, സഹസ്രപാദൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അന്തരീക്ഷത്തെ വളരെ സരസമായി രസകരമായി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളും സാന്ത്വനങ്ങളും ഒരുപാട് ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ മറക്കും. ഡോക്ടർമാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, നഴ്സുമാർ. പലപ്പോഴും എൻ്റെ കൂടെ സഹായത്തിന് നിന്ന 1-2 പേര് രാത്രി ഉറക്കം വിളിച്ച് എനിക്ക് കൂടെ ഇരിക്കും. ചില സമയത്തൊക്കെ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴും അറിയാതെ. ആ നേരത്ത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ വരെ വന്നിട്ട് എനിക്ക് വെള്ളം തന്നിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആ നിലയ്ക്ക് മനസ്സിന് ബലം കൂട്ടി തന്ന ആളുകളാണ്. അവിടുത്തെ സർജൻ പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ, മാഷക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, വിഷമമില്ല സർ. വിഷമിക്കേണ്ട, സാധാരണ പോലെ നടക്കാം, കൃത്രിമ കാലുകൾ വെച്ച് നടക്കാം എന്ന് ധൈര്യം തരികയാണ്. പിന്നെ അന്ന് സർക്കാർ വിവാഹമായിരുന്ന മാന്യ സുദർശൻജി അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം വളരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നിസ്സാര ഭാവത്തിൽ എൻ്റെ അടുത്ത് ഇടപഴകിയപ്പോൾ അതിലൂടെയൊക്കെ കിട്ടുന്നൊരു മാന്യ പരമേശ്വർജി, ഹരിയേട്ടൻ എന്നവരൊന്നും നമ്മോടൊപ്പം ഇല്ല. മാരാർജിയെ പോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ, CK പത്മനാഭൻ, പപ്പേട്ടൻ, മുതിർന്ന എല്ലാവരും, മാന്യ സേതുവേട്ടൻ, എല്ലാവരും, ഡോക്ടർ P മാധവൻ, ഇവരൊക്കെ ആശുപത്രിയിൽ ദൈനംദിന സന്ദർശകരായിട്ട് വരുമായിരുന്നു. അപ്പം അതിലൂടെ തന്നെ എനിക്ക് പഴയതിനേക്കാൾ കൂടുതൽ ഊർജം കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. കൃത്രിമ കാലുകൾ വെച്ച സമയത്ത് ഞാൻ തമാശ രൂപത്തിൽ പറയാറുണ്ട്, എനിക്കിപ്പോൾ 4 കാലുകളുണ്ട്. സ്വന്തമായുള്ള 2 കാലുകളും കുറച്ചു ഭാഗം പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കൃത്രിമമായി ഉപയോഗിക്കുന്ന 2 കാലുകളും. അപ്പോൾ എനിക്ക് 4 കാലുകളുണ്ട്. പിന്നെ മാരാർജി പറഞ്ഞതുപോലെ അതെ, അന്ന് കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്തുള്ള സംഘപ്രവർത്തകരാണ് രക്തം 19 പേര് രക്തം കൊടുത്തിട്ടുണ്ട് ശരീരത്തിലേക്ക് വേണ്ടിയിട്ട് പലപ്പോഴായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു കരുത്താണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് അത് ശരിയല്ല, അത് രക്തം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്നാലും ആ രക്തം എന്നിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം അതൊക്കെ
ഈ സാഹചര്യത്തെ മറികടക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിവാഹശേഷം അതെ. സഹധർമ്മിണിയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, മറ്റ് സഹോദരങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, ഈ പ്രദേശത്തെ സംഘപ്രവർത്തകരുടെ സ്നേഹപരിചരണങ്ങൾ, പൊതുസമൂഹത്തിൻ്റെ സംഘത്തോട് അടുപ്പമില്ലാത്തവർ പോലും ഉം. എന്നെ വന്ന് കാണുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത എത്രയോ അനുഭവമുണ്ട്. ആശുപത്രിയിലൊക്കെ വികാരപരമായ ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് ധൈര്യം. തീർച്ചയായിട്ടും. ഇപ്പോ നമ്മള് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധി വന്ന സമയത്ത് അങ്ങ് തന്നെ പറയുകയുണ്ടായിരുന്നു, ആ കോടതി വിധിയിൽ പരാമർശിച്ചൊരു കാര്യമുണ്ട്, നാവ് ബാക്കി വെച്ചു. അത് ഇത് തുറന്നു പറയാൻ അയാൾ ബാക്കിയായതുകൊണ്ട് ഇതിവിടെ ചോദ്യം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കപ്പെട്ടു എന്നുള്ളത്. പക്ഷെ ഈ നാവ് മുറിച്ചു കളയണം എന്നുള്ളൊരു ചിന്ത അവരിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് അങ്ങൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഞാനും കേട്ടതാണ്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം. നാവ് കൂടി മുറിച്ചെടുക്കണം എന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ അറിയില്ല. എനിക്കത് അറിയില്ലെന്ന് മാത്രമേ പറയാനാവൂ. കാരണം അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടോ? പറയാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല എന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ അങ്ങനെ കേട്ടിരുന്നു. അത് ഈ വിധിന്യായത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വനിതാ ജഡ്ജിയാണ്. വളരെ വികാരനിർഭരമായ പ്രയോഗങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഒരു 10-40 പേജ് വരുന്ന വിധിന്യായത്തിൽ ആ പ്രയോഗം ഇങ്ങനെയാണ്: ഈ നടന്നത് എന്താണെന്ന് നമ്മോട് പറയാൻ അവരുടെ ദൗർഭാഗ്യമോ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യമോ എന്തുകൊണ്ടെന്നറിയില്ല, അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ നാവിലൂടെ കേൾക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൽ പരം ഒന്നുമില്ല അതിനപ്പുറത്തേക്ക് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് വളരെ അർത്ഥപൂർണമായിട്ടുള്ള. അതുപോലെ ഈ ശിക്ഷ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്നൊരു ദ്രോഹമായിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. കാരണം ഇത് സമൂഹത്തിന് ഒരു സൂചനയാവണം. ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിൽ ഇത് ചേർന്നതല്ല, ആശയങ്ങൾ തമ്മിലാണ് പോരാടേണ്ടത്, ആയുധങ്ങളെടുത്തല്ല പോരാടേണ്ടത് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ആ വിധിന്യായത്തിലുണ്ട്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ നാവ് മുറിച്ചെടുക്കാൻ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പറയേണ്ടി വരുമായിരുന്നു. അത് ഉണ്ടാവില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ തന്നെ വിശ്വസിക്കാം എന്നുള്ളതാണ്. തീർച്ചയായും.